എന്തുകൊണ്ടാണ് ഉടമ്പടി ഉണ്ടാവണത്? എൻ്റെ മക്കളെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ദൈവം സ്നേഹമായത് കൊണ്ടാണ് ഉടമ്പടി ഉണ്ടാകണത്. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹമായ ദൈവം എന്ത് വിചാരിക്കും? ഈ സ്നേഹം സ്ഥായിയാകണം, സ്ഥിരമാകണമെന്ന് ആഗ്രഹിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടിയിലെ ദൈവിക ലക്ഷ്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഇതെൻ്റെ ജോലി വായിക്കുന്ന പരിപാടിയാണ്, സ്ഥലം വിൽക്കുന്ന പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും. അല്ല, ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം എന്താണ്? എനിക്ക് നിന്നോടുള്ള ബന്ധം സ്ഥായിയാണെന്നറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തെന്ന്. ഐസയ്യ 55:3 ഐസയ്യ 55:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം സ്ഥായിയാണെന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിടിക്കുന്ന സ്നേഹം അല്ലെന്നർത്ഥം. സ്ഥായിയായ സ്നേഹമാണ്. പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, അങ്ങയോട് എനിക്കുള്ള സ്നേഹവും അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹവും സ്ഥായിയായിരിക്കുവാൻ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ മക്കള് ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് അറിയണം. എന്താ കാര്യം? ദൈവം ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ സ്നേഹം നീയും നിന്റെ ദൈവവുമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തോട് പറയണത്, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോയേക്കരുതെന്ന് പറയണത്. എബ്രാഹത്തോട് എന്താ പറയണത്? ഉൽപ്പത്തി 17:1 എന്താ പറഞ്ഞിരിക്കണത്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകാതിരിക്കാൻ ദാവീദ് ഇടയ്ക്ക് ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കും. ദാവീദ് പറയും, കർത്താവേ, തൻ്റെ യോഗ്യത പോകുമ്പോൾ ദാവീദ് അവസാനത്തെ തുറപ്പെടുക്കണതാണ്, കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ. എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കണം അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. എങ്ങനെയാണ്? കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ, അങ്ങ് ദൈവത്തോട് അങ്ങ് ചെയ്ത വാഗ്ദാനങ്ങളെ. അതുകൊണ്ട് അബദ്ധം പറ്റിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സങ്കീർത്തനം 51:7 എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്താ കാര്യം? ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈശോയും പറഞ്ഞല്ലോ അങ്ങനെ അല്ലേ? നമ്മുടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ലയിടയൻ്റെ കഥ പറയുമ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മൾ വചനത്തിൽ നിലനിൽക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കണത്. ഇപ്പം മുന്തിരിച്ചെടിയുടെ ശാഖകളുടെ കഥ പറയുമ്പോൾ ഈശോ പറയും, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. കാര്യം നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഒരു ഉടമ്പടി വചനം കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് വാഗ്ദാനം ഉണ്ടാകും എപ്പോഴും. പിന്നെ എന്താണ്? നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എന്താ വചനത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ എന്നർത്ഥം. എൻ്റെ വചനം പാലിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ അത് നിബന്ധനയാണ്. ഇഷ്ടമുള്ള ചോദിക്കാം. യോഹന്നാൻ 15:7 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കണത്. അത് എല്ലാമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യണില്ല ദൈവം ഒന്നും പരിമിതിപ്പെടുത്തണില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിനക്ക് കിട്ടണേക്കാൾ വലുതായിരിക്കും നിന്റെ ദൈവം എന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണ്? എന്ത് ലഭിച്ചാലും നിനക്ക് കിട്ടിയതിനേക്കാൾ വലുതായിരിക്കണം നിന്റെ ദൈവമെന്ന്. അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നീ ദൈവത്തെ മറന്ന് കളയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി കളയരുത്. ചില സമയത്ത് ചില ആൾക്കാരുടെ അനുഗ്രഹങ്ങൾ താമസിക്കാനൊരു കാരണം
അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോണതാ. അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്, നിങ്ങൾക്ക് മാർഗഭ്രംശം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് എന്നതിൻ്റെ അർത്ഥം. യാക്കോബിൻ്റെ 1:16, യാക്കോബ് 1:16, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ആർക്കെങ്കിലും നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റും. എല്ലാവരും ഓരോ പരുവത്തിലൊക്കെ ആയിപ്പോയത് എന്താ? ആൾക്കാരെ വഴിതെറ്റിച്ചതാ. അപ്പം ഏറ്റവും നല്ലതായിട്ട് തോന്നിയാലും ചില സമയത്ത് നമ്മൾക്ക് നാളെ അത് മോശമായിട്ട് വരാം. അതാർക്കറിയാൻ പറ്റും? ദൈവത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയണത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്താ കാര്യം? ആലോചന, ദൈവത്തോട് ആലോചിക്കണം. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ് ആലോചന പറഞ്ഞു തരിക എന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത് എന്താണ്? എബ്രഹാം പറഞ്ഞ വാക്ക് തന്നെയല്ലേ, എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവിൻ എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 1:4 പറയുന്നുണ്ട്. അതുതന്നെയാണ് ഉൽപ്പത്തി 24:1 എബ്രഹാത്തെ ദൈവം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണം. ദൈവത്തോട് ആണ് നീ ആലോചന ചെയ്യേണ്ടത്. ദൈവം എങ്ങനെയാ പറയണത്? ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന്. ഇപ്പം ദൈവം ഉപദേശിച്ച് കഴിഞ്ഞാൽ നാളെ കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പം നേഴ്സുമാരുടെ ഒരു വിഷയം വന്നില്ലേ, കർത്താവിന് ഉപദേശം ചോദിച്ചായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പ് കർണാടകത്തിലെ കുറേ കോളേജുകൾ അടച്ചുപൂട്ടി, നഴ്സിംഗ് കോളേജുകൾ. എന്താ കാര്യം? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയ കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാർ പഠനം നടത്തി, ചിലർ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ചെയ്തൊരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജ്, കർത്താവ് ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണോ, അതായത് ഇതിന് നിയമങ്ങൾ ഭേദഗതി വരുമോ, ഈ കുഞ്ഞുങ്ങൾ 4 ലക്ഷം രൂപയൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു പോരേണ്ടി വരുമോ, അവരിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സാധനം തിരിച്ചു തരുമെന്ന്, അതെല്ലാം തുറന്നു വരും മക്കളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ പോകുന്ന കോളേജ് പഠിത്തം ഉണ്ടെങ്കിൽ പഠിക്കുക, നീ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്താവുമ്പോൾ കർത്താവ് നിയമം മാറ്റിയിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നോളൂ. അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ അന്ന് തന്ന ഒരു സൂചനയാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ എന്താ, നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം സുപ്രീം കോടതിയിൽ പോയി, അവർക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായി. എന്താ വിധി ഉണ്ടായിരിക്കണത്? അതാത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കേണ്ടത്, യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ അക്രഡിഷൻ തീരുമാനിക്കേണ്ടത് ആരാണ്? അതാത് സംസ്ഥാന സർക്കാരാണെന്ന്. അപ്പം കർണാടക തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്താ, നമ്മൾ ദൈവത്തോട് ചോദിക്കാതിരുന്ന ആൾക്കാർ അന്ന് പഠനം നടത്തി പോകുന്ന ആൾക്കാരാണ്, കാശും പോയി അവരുടെ. നമ്മൾ ദൈവത്തിൻ്റെ തിരുസേനയിൽ നിൽക്കുമ്പോൾ എന്താണ്, ഞാൻ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനം. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശമാ. കൗൺസിലിങ്ങിന് മലയാളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഉപദേശം എന്നതിൻ്റെ അർത്ഥം. ആരാ ഉപദേശിക്കേണ്ടത്? കർത്താവ് ഉപദേശിക്കണം. കർത്താവ് ഉപദേശിക്കണം. കർത്താവ് എങ്ങനെ ഉപദേശിക്കണത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് 32:8 സങ്കീർത്തനത്തിലെ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കാം. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റണത് എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഷെയ്ക്കായി മാറും. അബദ്ധങ്ങൾ പറ്റണ അങ്ങനെ തന്നെയല്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് എന്നൊരു പറഞ്ഞ് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനമാണ് 1:14. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹ നിമിത്തമാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹം മോഹമാണോ ആഗ്രഹമാണോ ദുർമോഹമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കാര്യം ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകുമോ? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാര്യം അവർക്കത് ശരിയാകും, നമ്മൾക്കത് ശരിയാകുമോ ഇല്ലയെന്ന് അറിയില്ല.
അവിടെയാണ് എൻ്റെ ചില കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നിങ്ങൾ കുടുക്കിലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ആലോചനയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ, മറ്റ് ഫോറിൻ മാറ്റേഴ്സ്, ആവശ്യമില്ലാത്ത ആൾക്കാരുടെ, ചില ആൾക്കാർ നമുക്ക് മലേഷ്യയിൽ പോകാം, നമുക്ക് ആസ്ട്രേലിയയിൽ പോകാം ഒക്കെ പറഞ്ഞ് ഉടനെ വീടും കിട്ടിയ ഒരു ഏജൻറ്റിനെ പുറത്ത് ഏജൻറ്റുമായിട്ട് കണ്ടുമുട്ടി. ഇത് ആര് കയ്യിൽ നിന്ന് കാശ് പോയി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാശ് കൊടുക്കാൻ ആരാ പറഞ്ഞത്, അവൻ തന്നെയല്ലേ പറഞ്ഞു. ഈ ആളെ കൊണ്ടുവന്ന ആരാ, ഇപ്പോഴാണ് തിരക്കണ ഓരോ കാര്യങ്ങൾ. അപ്പം തിരക്കില്ല, അപ്പം ബോധമില്ലായിരുന്നു, കുടുക്കിലായിപ്പോയി ഓരോരുത്തരുടെ. അപ്പം നമ്മളെപ്പോഴും നോക്കണം, അതായത് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ സംരക്ഷിക്കുമെന്നൊരു വചനമില്ലേ? എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞേ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കർത്താവായ യേശുക്രിസ്തുവിലെ സംരക്ഷിക്കും. ഇപ്പൊ 2 കാര്യത്തിന് സംരക്ഷണം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ചിന്തയ്ക്ക്, രണ്ടാമത്തത് ഹൃദയത്തിന്. 2 ഫാക്കൽറ്റിയാ. ചിന്ത കൊണ്ട് തിയറി ഉണ്ടാക്കും, ഹൃദയം കൊണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാക്കും. തിയറിയും പ്രാക്ടിക്കലും ചെയ്യണത് ആരാ? ചിന്ത മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല, ആശയപരമായിട്ട് നിൽക്കും. ആശയം പ്രയോഗത്തിൽ വരുന്നത് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ദൈവം എന്താ പറയണത്? ഇച്ഛാശക്തിയുടെ മേൽ സംരക്ഷണം ഉണ്ടാകണം, അതുപോലെ തന്നെ ആശയത്തിൻ്റെ മേലും ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ മേൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇടതടവില്ലാതെ. അതാണ് പറയുന്നത്, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയണതും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയണതും ഒരേ മനസ്സാണ്. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ ഈശോയും പറയും 18:1 ലൂക്കായുടെ സുവിശേഷത്തിലെ, നിരന്തരം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം പാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ആർക്കും നമ്മളെ മാർഗഭ്രംശം ചെയ്യാൻ പറ്റത്തില്ല, ആരും നമ്മളെ വഴിതെറ്റിക്കത്തില്ല. വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ നിർത്തും. രണ്ടാമത് എന്താണ്? നമ്മുടെ ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വികാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മളെ നിലനിർത്തി തരും. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ.